ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. നമുക്കറിയാം CACB എക്സാം ഓരോ മാസവും എക്സാം നടക്കുന്ന പാറ്റേണിലോട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിന്റെ എക്സാം നടക്കുന്നതിന് മുൻപേ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. CACBയിൽ ഇപ്പോൾ അവസരത്തിന്റെ പെരുമഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളെ അപേക്ഷിച്ച് കോമ്പറ്റീഷൻ കുറവാണ്, അതുപോലെ നെഗറ്റീവ് മാർക്കുമില്ല. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന നമ്മുടെ ക്ലർക്ക് ക്യാഷർ അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് അക്കൗണ്ടൻസി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. When the same transaction is recorded twice in the book of original entry, then it is known as. നമ്മൾ എററുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? ഒരു ട്രാൻസാക്ഷൻ തന്നെ ഒന്നിലധികം വട്ടം നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നത് എന്ത് തരം എററാണ്? ഓപ്ഷൻ എ കോമ്പൻസേറ്ററി എറർ, ഓപ്ഷൻ ബി ക്ലറിക്കൽ എറർ, ഓപ്ഷൻ സി എറർ ഓഫ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ഡി എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. എന്താണ്? ഒരു കാര്യം ഒന്നിലധികം വട്ടം അല്ലെങ്കിൽ 2 വട്ടം റെക്കോർഡ് ചെയ്യുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഇൻഡിക്കേറ്റ് എ ഫേം സ്റ്റെബിലിറ്റി ഇൻ പേയിങ് ഇറ്റ്സ് കറന്റ് ലയബിലിറ്റീസ്. അതായത് ഒരു ഫേമിന് അവരുടെ കറന്റ് ലയബിലിറ്റീസ് വീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എബിലിറ്റിനെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഓപ്ഷൻ ബി കറന്റ് റേഷ്യോ, ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്ഷൻ ഡി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നമുക്കറിയാം ഏതാണ്? കറന്റ് റേഷ്യോ ആണ്. എന്താണ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്? കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് കറന്റ് അസറ്റ് ഈസ് ടു കറന്റ് ലയബിലിറ്റീസ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കറന്റ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. അതായത് കയ്യിലുള്ള കറന്റ് അസറ്റ്സ് കൊണ്ട് എത്രമാത്രം നമുക്ക് നമ്മുടെ കറന്റ് ലയബിലിറ്റി സെറ്റിൽ ചെയ്യാം എന്നതാണ് ഈ ഒരു കറന്റ് റേഷ്യോ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി കറന്റ് റേഷ്യോ ആണ്. അടുത്ത ചോദ്യം. ദി ഒബ്ജക്റ്റീവ് ഓഫ് ഡാഷ് is to test the accuracy of ledger posting. നമുക്ക് ഈ വർഷം ലാസ്റ്റ് നടന്ന ക്ലർക്കിന്റെ എക്സാമിന് കുറെ വട്ടം, ഒരു 3 വട്ടമെങ്കിലും ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി ട്രയൽ ബാലൻസ്, ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്കാണ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് അസോൺ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഒറ്റ പർട്ടിക്കുലർ ഡേറ്റിലെ നമ്മുടെ ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ട്രയൽ ബാലൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ലെഡ്ജർ പോസ്റ്റിംഗ്, ലെഡ്ജറിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ, അരിത്മെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മളെ എന്ത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ട്രയൽ ബാലൻസ് ആണ്. ഇനി നമ്മൾ ഓപ്ഷൻ ഡി ട്രേഡിംഗ് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. The interest outstanding on the loan, the date for the payment of which is not yet due on the date of the balance sheet will be shown as ഡാഷ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. എന്താണ് ചോദ്യം? എന്താണ്? ലോണിന്റെ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടില്ല, നമ്മൾ എന്ത് ചെയ്തു, മുൻകൂട്ടി അടച്ചു. ലോണിന്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ പേയ്മെന്റ് അടയ്ക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിന് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ പൈസ അടച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് കാണിക്കുക എന്നതാണ്. ഓപ്ഷൻ എ ഡെപ്റ്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി അസറ്റ്, ഓപ്ഷൻ ഡി പ്രോഫിറ്റ്. നമുക്കറിയാം നമുക്ക് ഉണ്ടാവേണ്ട ഒരു എക്സ്പെൻസ് നമ്മൾ മുൻകൂട്ടി അടയ്ക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? അതൊരു അസറ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി അസറ്റ് ആണ് വരിക. അടുത്ത ചോദ്യം നോക്കാം. ഫാക്ടറി റെന്റ് ഈസ് അപ്പോർഷൻ ഓൺ ദി ബേസിസ് ഓഫ്. നമുക്ക് കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് അല്ലെ. അതായത് ഫാക്ടറി റെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വീതം വെച്ച് കൊടുക്കുന്നത്? അതായത് ഇപ്പൊ വലിയ ഒരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറിക്ക് ABCD എന്ന് പറയുന്ന 4 പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 4 പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഈ ഒരു ഫാക്ടറിക്ക് ആകെ വരുന്ന റെന്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇതിനെ എങ്ങനെ ചെയ്യും?
വീതം വെക്കും. ഏതിന്റെ ബേസിസിലാണ് വീതം വെക്കുക? ഒരു സംശയം വേണ്ട, ഏരിയ ഒക്കുപ്പൈഡ്. എത്ര ഏരിയയാണോ ഇവർ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, വീതം വെക്കുക. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒന്നുകൂടി വരച്ച് കാണിക്കാം. ഇത് എ എന്ന ഇത് ഇത് ബി ആൻഡ് സി, അങ്ങനെ മൂന്നായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, വീതം വെക്കുന്നത്. റെന്റ് എത്രയാണ്? 10,000 രൂപയാണ് റെന്റ്. ഇതിനെ എന്ത് ചെയ്യും, ഇവര് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഏരിയയുടെ അടിസ്ഥാനത്തിൽ വീതം വെക്കും. നമുക്കറിയാം എ എന്ന ഫാക്ടറി അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ആ ഒരു ഫാക്ടറിയുടെ എ എന്ന യൂണിറ്റ്, ആ ഫാക്ടറിയുടെ ഏറെക്കുറെ പകുതി പോർഷൻ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 10,000ന്റെ നേരെ പകുതി 5,000 രൂപ റെന്റ് എ എന്ന യൂണിറ്റിന് റെന്റ് ആയിട്ട് ചാർജ് ചെയ്യും. മിച്ചം 5,000 ആണ് ഉള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബാക്കിയുള്ള പോർഷൻ അവർ ഈക്വലി ആണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. അതുകൊണ്ട് ബി എന്ന യൂണിറ്റിന് 2,500, സി എന്ന യൂണിറ്റിനും 2,500. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെന്റ് എന്ത് ചെയ്യുന്നത്, അപ്പോർഷൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ക്യാപിറ്റൽ ഓഫ് ബിസിനസ് ഡിക്രീസസ് ഇഫ് there is an increase in. എന്താണ് ചോദ്യം? ബിസിനസിന്റെ ക്യാപിറ്റൽ കുറയുന്നു, അതിനനുസരിച്ച് മറ്റൊന്ന് കൂടുമ്പോൾ. ഏത് കൂടുമ്പോഴാണ് ബിസിനസിന്റെ ക്യാപിറ്റൽ കുറയുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡ്രോയിങ്സ്, ഓപ്ഷൻ ബി ഇൻകം, ഓപ്ഷൻ സി ഗെയിൻ, ഓപ്ഷൻ ഡി ഫ്രഷ് ക്യാപിറ്റൽ. നമുക്ക് താഴെ ഓപ്ഷൻ ഡിയിൽ നിന്ന് വരാം. എന്താണ്, ഇപ്പം 1000 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ ഉള്ളത്. അതിന്റെ അകത്ത് ഫ്രഷ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പുതുതായിട്ട് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു 500 രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഫ്രഷ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു 500 രൂപ. അപ്പൊ നമുക്കറിയാം ആകെ ക്യാപിറ്റൽ എത്ര വരും, 1,500 എന്ന് വരും, 1,500 എന്ന് വരും. അവിടെ എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഗെയിൻസ്, എന്തെങ്കിലും നേട്ടം ഉണ്ടാവുകയാണ് എങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓണർക്ക്. അത് ക്യാപിറ്റലിന്റെ അകത്ത് തന്നെ നമ്മൾ ആഡ് ചെയ്യും. അതും ഒരു 500 ആണെന്ന് കൂട്ടിക്കേ. അങ്ങനെയെങ്കിൽ അതും എങ്ങനെ തന്നെ വരും, 1,500 ആയിട്ട് മാറും. അവിടെ എന്താണ്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻകം ആണെങ്കിലും അതേ സെയിം ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഇനി ഡ്രോയിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൽ നിന്നും ഓണർ പൈസ എടുത്തുകൊണ്ട് പോകുന്നതിനെ നമ്മൾ എന്ത് പറയും, ഡ്രോയിങ്സ് എന്ന് പറയും. ഡ്രോയിങ്സ് നമുക്ക് ക്യാഷ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ എനി കൈൻഡ്. നമുക്ക് ബിസിനസ്സിൽ നിന്നും നമ്മുടെ ഓണർ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും, ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പൊ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് കൂടുമ്പോൾ ക്യാപിറ്റൽ എന്ത് ചെയ്യും, കുറയും. അതായത് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലിൽ നിന്നുമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പൈസ എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഡ്രോയിങ്സ് കൂടുമ്പോഴാണ് ക്യാപിറ്റൽ കുറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ഡ്രോയിങ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുൻപ് നമുക്കറിയാം CSEBയുടെ എക്സാം ഇങ്ങനെ തുടരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അവസരങ്ങളുമായി പുതിയ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷനും സ്പെഷ്യൽ എക്സാമുകളും നടക്കുന്നു. അപ്പൊ നമുക്കറിയാം മുൻപിലുള്ളത് വളരെ വലിയ അവസരമാണ്. അപ്പൊ ഈ ഒരു അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഈ 2026 തീരുന്നതിന് മുൻപ് നമുക്ക് വീടിന് തൊട്ടടുത്തുള്ള ബാങ്കിൽ ഒരു ജോലി സ്വന്തമാക്കാം. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് വീട്, നമ്മുടെ നാട്, നമ്മുടെ വീട്, അതിനടുത്തൊരു ജോലി എന്നൊക്കെ പറയുന്നതായിരിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും സ്വപ്നം. ആ ഒരു സ്വപ്നത്തിലോട്ട് എത്തിപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 6 മന്തിന്റെയും 3 മന്തിന്റെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ഇപ്പൊ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ റീസെന്റ് ഡിഗ്രി പാസ് ഔട്ട് ആണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് A to Z കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ A to Z കാര്യങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ 6 മന്തിന്റെ ബാച്ച് ഉണ്ട്. അതുപോലെ കഴിഞ്ഞ എക്സാമിന് കട്ട് ഓഫിന്റെ തൊട്ടടുത്ത് വന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയി നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 3 മന്തിന്റെ ബാച്ചുകളുണ്ട്. അപ്പം ഏത് ബാച്ച് ആണെങ്കിലും നമുക്ക് ഈ ഒരു 2026 തീരുന്നതിന് മുൻപ്, ഈ ഒരു 2026 ഡിസംബറിന് മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വീടിനടുത്തുള്ള ബാങ്കിൽ ഒരു ജോലി സ്വന്തമാക്കണം. അങ്ങനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 89 21 44 05 80. നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദി ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ ഈസ് ഓപ്ഷൻ എ 2:1, ഓപ്ഷൻ ബി 1:1, ഓപ്ഷൻ സി 3:1, ഓപ്ഷൻ ഡി 1:2. ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ ഏതാണ്? 1:1 ആണ് അല്ലെ. നമുക്കറിയാം CSEB എക്സാമിന് PYQ വന്നിട്ടുള്ളതാണ്.
ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ, അതുപോലെ ബാക്കിയുള്ള റേഷ്യോസിന്റെയും ഐഡിയൽ റേഷ്യോസ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പോകുമ്പോൾ നോക്കിയിട്ട് പോകണം. ഇനി അടുത്തത് വെയർഹൗസ് റെന്റ് ഈസ് എ പാർട്ട് ഓഫ്. വെയർഹൗസ് റെന്റ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന കോസ്റ്റുകളിൽ ഏതിന്റെ ഭാഗമാണ്? ഓപ്ഷൻ എ പ്രൈം കോസ്റ്റ്. എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ആൻസർ ആയിട്ട്, കാരണം നമ്മുടെ CSEB എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് പ്രൈം കോസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ മറക്കാതെ അത് ആൻസർ ചെയ്തേക്കുക. അടുത്തത് ഫാക്ടറി കോസ്റ്റ്, ഓപ്ഷൻ സി. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഓപ്ഷൻ ഡി. പ്രൊഡക്ഷൻ കോസ്റ്റ്. എന്താണ് വെയർഹൗസ് എന്ന് പറയുന്നത്? നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് എപ്പോഴാണോ അത് ഡിമാൻഡ് വരുന്നത്, ആ ഡിമാൻഡ് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വെയർ ഹൗസിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അത് എന്തിന്റെ ഭാഗമാണ്? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിന്റെ ഭാഗമായത്? അത് കറക്റ്റ് സമയത്ത് മാർക്കറ്റിൽ എപ്പോഴാണോ ഡിമാൻഡ് വരുന്നത് ആ സമയത്ത് കൃത്യമായിട്ട് മാർക്കറ്റിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്കറിയാം ഇപ്പം എല്ലായിടത്തും മത്സരങ്ങളായി കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമുകളായിക്കോട്ടെ, കട്ട് ഓഫ് വളരെ നല്ല രീതിയിൽ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഏതുമായിക്കോട്ടെ, ഇപ്പം ബാങ്ക് എക്സാം അല്ലെങ്കിൽ PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, ഏത് എക്സാം ആണെങ്കിലും നിങ്ങളുടെ കൂടെ നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുവാൻ, ആദ്യ റാങ്കിലേക്ക് എത്തിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കുവാനായിട്ട് CC ലേണിംഗ് ആപ്പ് ഉണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ CC ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഭാവി നമ്മുടെ CCയോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഭദ്രമാക്കുക. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം. അതിൽ കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ ലിങ്ക് കൂടി കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്